എന്റെ സ്വാമി ചുറ്റുകളൊന്നും കാണാൻ പറ്റൂല. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തിയാണ്. ചപ്പാത്തി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ചപ്പാത്തി ഡെയിലി ഉണ്ടാക്കുന്നതാണ്. ആ ചപ്പാത്തി കഴിക്കുമ്പോൾ ഇത്തിരി ഒരു മയമില്ലാണ്ടിരിക്കും. ഞാൻ അത് മയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. അതേപോലെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളേക്കും കഴിക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് കഴിക്കുമ്പോഴും അതേപോലെ ഇരിക്കും. അപ്പൊ അതിലേക്ക് എന്തൊക്കെയാ വേണ്ട സാധനങ്ങൾ എന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. 1/2 കിലോ ഗോതമ്പ് മാവുണ്ട്, പാല് 1/2 ഗ്ലാസ്സിൽ ഒരു ലേശം കൂടുതലുണ്ടാവും, ബട്ടർ, ഉപ്പ്, വെള്ളം. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കുഴക്കണ പരുവ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ചിലവർക്ക് ഉപ്പിട്ട് കുഴക്കേണ്ടവരും ചിലവർക്ക് ഉപ്പ് വേണ്ട. ഞാനപ്പോൾ ഉപ്പിടുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് വേണം. ഇതാ ഇത്രയും ഞാൻ ചേർത്തുന്നുള്ളൂ, നോക്കിക്കോളൂ. 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ഗ്ലാസും കൂടുതൽ പാലുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് മെല്ലെ മെല്ലെ ഒന്ന് കുഴച്ചു കൊടുക്കാം. നമ്മൾക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേകം, ഇതിൽ നെയ്യ് ഒഴിക്കാൻ പാടില്ല, ബട്ടർ തന്നെ ഉപയോഗിക്കണം. നമ്മൾ ചിലർ ഓയിൽ ഒഴിക്കാറുണ്ട്. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അത്ര ഒരു സോഫ്റ്റ് കിട്ടില്ല. ബട്ടർ ഇടുന്ന സമയത്ത് നമുക്ക് നന്നായിരിക്കും, ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓയിൽ ഒഴിച്ചുണ്ടാക്കാം, പക്ഷെ ഇത്ര നന്നായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നോക്കിയിട്ടേ നമ്മുടെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ടേബിൾ ടോപ്പിലിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലിട്ട് കുഴക്കാണ്ടിരുന്നാൽ നമുക്ക് ടേബിൾ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ. ഇതേപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതേ പരുവമാക്കിയിട്ട് ടേബിൾ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ടേബിൾ ടോപ്പൊക്കെ നല്ല പോലെ ക്ലീനായി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിതിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നോക്കിക്കോളൂ, ഇതാ ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഇതിങ്ങനെ നല്ല പോലെ ഇങ്ങനെ കുഴച്ച് എടുക്കണം. ഇതാ കണ്ടില്ലേ, കയ്യിലൊട്ടണില്ല, ഇവിടെയും ആവില്ല, ആ വിധത്തിലായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നല്ല പോലെ കുഴച്ചെടുക്കണം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല റിസ്ക് ആയിരിക്കും, കുഴക്കില്ല ആരും ഇങ്ങനെ. പക്ഷെ നന്നായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിറ്റേ ദിവസത്തേക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ നല്ല പോലെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതാ നമുക്ക് കയ്യിലിതാ ഒന്നും ആയിട്ടില്ല, തൊട്ട ഇങ്ങനെ ഇരിക്കണം. നോക്കിക്കോളൂ, ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ നല്ല പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ആക്കി നല്ല ബോളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമ്മൾക്കിതിങ്ങനെ മൂടി വെക്കുക. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂറായി മാവ് കുഴച്ച് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നന്നായിരിക്കണം. നമുക്കിതിനെ എല്ലാം ഒന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്നും ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലത് തൊട്ട് നോക്കുമ്പോൾ ഇതിനെങ്ങനെ ആക്കുക. ആക്കിയതിൻ്റെ ശേഷം എല്ലാം ഒരു ഇതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് ബോളാക്കുക. എല്ലാം ബോളാക്കിയിട്ട് കഴിഞ്ഞു. നമ്മൾക്കൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ തട്ടിയിട്ട് എല്ലാം ഒന്ന് പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിതിനെയൊക്കെ ഒന്ന് ചുട്ടെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് സോഫ്റ്റായിട്ട് വരുന്നത് കാണിക്കാം. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. അപ്പോൾ കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു പൊള്ളം പോലെ ഇങ്ങനെ കാണും മുകളിൽ, ഇതാ കണ്ടില്ലേ കാണുന്നത്. അപ്പം നമ്മൾക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് എണ്ണ അതങ്ങനെ നൈസിലൊന്ന് തൂവി കൊടുക്കണം.
ഒരു തുള്ളി മതി. സൺഫ്ലവർ ഓയിലാണ്, നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കുക, തിരിച്ചു മറിച്ച് ഇനി എടുത്തുകൊണ്ട് ഇരിക്കുക. നോക്കിക്കോളൂ. എല്ലായിടത്തും എത്തണം. നല്ലോണം പൊള്ളി വരുന്ന കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. നല്ല പൊള്ളി നല്ല ഇതായി വരുന്ന കണ്ടില്ലേ. നമുക്ക് മാറ്റുണ്ട്. അടുത്ത തോന്നും ബാബുവോ. ഓ, നല്ല സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കിണ്ട്, വാടാ കഴിക്കാൻ. ഇട്ട് തരട്ടെ? ഓ പിന്നെന്താ, പ്ലേറ്റും കൊണ്ട് റെഡി ആയി നിക്കണ്ടാ. ചുട്ട് കഴിക്കാൻ തീർക്കാനുള്ള സമയമില്ല നമുക്ക് അല്ലേ, വിശന്നിട്ടും പിന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് മണവും ഒക്കെ കൂടിയിട്ട് വല്ലാത്തൊരു വെപ്രാളമാണ്. നിന്റെ ചപ്പാത്തി പുഷ്പമ്മ ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ അരച്ചു വെച്ച ചിക്കൻ കറിയൊക്കെ, തേങ്ങ അരച്ചു വെച്ച ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി. അതങ്ങണ്ട് ഈ ചപ്പാത്തിയിൽ അങ്ങോട്ട് ഇങ്ങനെ 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 ഒഴിച്ചങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് ഗ്രേവിയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഒരു പിടുത്തം പിടിക്കാം. പുഷ്പമ്മ ഈ സോഫ്റ്റ് വേണ്ടിട്ട് എനിക്കത് കഴിക്കാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം അല്ലെ? ചപ്പാത്തി അടിപൊളി, അങ്ങനെ അങ്ങനെ നുള്ളുക, ഇങ്ങനെ വരുന്നൊരു സോഫ്റ്റ് ചപ്പാത്തി. ഈ ചിക്കൻ കറി അങ്ങോട്ട് എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചാറിൽ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ട് വറുത്തരച്ചതിന്റെ ചിക്കൻ കറിയും എന്താ സ്വാമി, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂല. ഗംഭീരട്ടോളിയും അത് അടിപൊളിയായിട്ടുണ്ടാ. നന്നായി കഴിക്കൂ, വയറ് നിറച്ച് കഴിക്കൂ. ബട്ടറിന്റെ ഒക്കെ പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ വല്ലാതെ ചപ്പാത്തിയിൽ അറിയുന്നുണ്ട്. ഒരു വെറൈറ്റി തന്നെയാണ് സംഭവം. ഇത് നമുക്ക് നാളൊക്കെ എടുത്തു വെച്ചാലും ഈ ചപ്പാത്തി ഇങ്ങനെ തന്നെ ഉണ്ടാവും, ചൂടാക്കുകയേ വേണ്ട. പുഷ്പമ്മ പറഞ്ഞത് വെറുതെ അല്ല, വെറൈറ്റി ആയപ്പോ ഒന്നൊന്നര വെറൈറ്റി. ചപ്പാത്തിന്റെ സോഫ്റ്റ്നെസ് അറിയണമെങ്കിൽ അങ്ങനെ എടുക്ക, ചുട്ടതാ അങ്ങനെ അങ്ങനെ പൊടി പോലെ അങ്ങനെ അലിഞ്ഞൊഴുകാണ്. ഇങ്ങോട്ട് നോക്കൂ ചപ്പാത്തി. കണ്ടില്ലേ എങ്ങനെയാണ് നമ്മുടെ ഇത് വരിക. പിന്നെ നിങ്ങള് എങ്ങനെ പറഞ്ഞാൽ ഇത് നോക്കൂ. പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇതൊന്ന് അറിയണം. പുഷ്പമ്മന്റെ കൈ പൊള്ളിയ പോലെ ചുട്ടു. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്, നോക്കിക്കോളൂ. ഇങ്ങനെ പൂ പോലെ പോലെ ഇരിക്കും. ഇതാണ്ടല്ലേ, നമുക്ക് ഓരോരോ ഇതങ്ങനെ ഓരോരോ പീസായി വരുന്നില്ല. ഒരുപാട് അമ്മമാര് പറയും ഇങ്ങനെ നല്ല ബലമുള്ള ചപ്പാത്തികളാണല്ലേ കൂടുതൽ പേർക്ക് സോഫ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്. ഒരുപാട് പേര് കമന്റ്സിലൂടെ പറയുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം വേണ്ടേ. അപ്പൊ ഇതങ്ങോട്ട് ട്രൈ ചെയ്യുക, അടിപൊളിയായിരിക്കും. ടേസ്റ്റിലും ചപ്പാത്തി ഉണ്ടാക്കിയ ഒരു വെറൈറ്റിയിലും എല്ലാത്തിനും ഒരു കിടുക്കാച്ചേറ്റാം. സോഫ്റ്റ് പിന്നെ പറയണ്ട, പുഷ്പമ്മ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സോഫ്റ്റ് ആണ്. കിടുക്കാച്ചേന്റെ പുഷ്പമ്മ ചുട്ട് കഴിഞ്ഞിട്ട് കഴിക്കാല്ലേ? ചുട്ട് കഴിഞ്ഞ് ഇനിയും 2 കൂടി കഴിച്ചോളൂ. അപ്പൊ സംഭവം ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ചുട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു പിടുത്തം പിടിക്കട്ടെ എല്ലാവരും കൂടിയിട്ട്. അപ്പൊ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കിടുക്കാച്ചി വീഡിയോ അടുത്തത് വരട്ടെ. അടുത്തത് കിടിലമായിരിക്കും. അടുത്ത കിടിലം വീഡിയോ വരുന്നവരെ എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.